കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം കമ്പനി പിൻവാങ്ങാനുള്ള കാരണം അത് സർക്കാർ നടത്തിയ കരാർ ലംഘനമാണെന്ന് രേഖകൾ. ടീകോം സർക്കാരിനയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. പദ്ധതി പ്രദേശത്തുകൂടി സിൽവർ ലൈൻ അലൈൻമെന്റ് പ്രഖ്യാപിച്ചതിനെതിരെ കത്തിൽ പരാമർശമുണ്ട്. 2022 ഡിസംബർ 6 അയച്ച കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് വാങ്ങുന്നതിന് എന്തിനാണ് സർക്കാർ ടീകോമിന് കോടികളുടെ നഷ്ടപരിഹാരം നൽകുന്നത് എന്നതിനെ ചൊല്ലിയായിരുന്നു വലിയ വിവാദവും വിമർശനവും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ ടീകോം സർക്കാരിന് അയച്ച കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ സർക്കാരിന്റെ വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള കത്താണോ പുറത്തു വന്നത്? ദിവ്യ, മുഖ്യമന്ത്രി പിണറായി വിജയന് സ്മാർട്ട് സിറ്റി മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ഖാലിദ് അൽ മാലിക് ടീകോമിന് വേണ്ടി എഴുതിയ കത്തിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കത്തിന്റെ പകർപ്പിനൊപ്പം തന്നെ ഈ കത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി കൈമാറിയതിന്റെ രേഖയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ സർക്കാരിന് വന്നിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പദ്ധതി വൈകാനുള്ളതിന്റെ പദ്ധതി പൂർണ്ണമാകത്തിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്ക് എന്ന് സ്ഥാപിക്കാൻ ടീകോം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ടീകോം ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് നിരവധി കത്തുകൾ അയച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം 2022 ഡിസംബറിൽ അയച്ച കത്തിൽ ഇക്കാര്യങ്ങളൊക്കെ അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പദ്ധതി പ്രദേശത്ത് കൂടി സിൽവർ ലൈനിന്റെ അലൈൻമെന്റ് തീരുമാനിച്ചത് തങ്ങളെ ഞെട്ടിച്ചു എന്നാണ് ടീകോം എഴുതിയിരിക്കുന്ന കത്തിൽ പറയുന്നത്. അത് പദ്ധതിയുടെ മൂല്യത്തെ ആകെ ഇടിച്ചു കളഞ്ഞു എന്നുകൂടി ടീകോം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി ഈ പ്രൊജക്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ അലൈൻമെന്റ് പുറത്തു വരുമ്പോൾ തന്നെ ടീകോം സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് അയച്ചിരുന്നു. ഇതേ ആൾ തന്നെയാണ്, ഈ ഖാലിദ് അൽ മാലിക് തന്നെയാണ് ആ കത്തും അയച്ചിരുന്നത്. എന്നാൽ ആ കത്തിന് മറുപടി നൽകാൻ സംസ്ഥാനം 10 മാസം സമയമെടുത്തു എന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന കത്തിൽ ടീകോം ആരോപിക്കുന്നത്. അവസാനം നൽകിയ മറുപടി എന്ന് പറയുന്നത് അലൈൻമെന്റ് മാറ്റാൻ കഴിയില്ല എന്ന് മാത്രമായിരുന്നു. ആ ഒരു മറുപടി നൽകാൻ 10 മാസമാണ് സംസ്ഥാന സർക്കാർ എടുത്തത് എന്ന് കുറ്റപ്പെടുത്തുന്നു. അതിനു മുമ്പ് കത്തിന്റെ ആദ്യ ഭാഗത്ത് വിവിധ കേരളത്തിലെ ആ കാലയളവുകളിൽ ഉണ്ടായിരുന്ന സർക്കാരുകൾക്ക് സംഭവിച്ച വീഴ്ചകൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പാട്ടക്കരാറുകളിലായി 240 ഏക്കർ ഭൂമിയാണ് കൈമാറുന്നത്. ഈ ഭൂമി പൂർണ്ണമായും കൈമാറുന്നതിൽ ഗവൺമെന്റ് ഓഫ് കേരള പരാജയപ്പെട്ടു എന്നാണ് ഖാലിദ് അൽ മാലിക് ആരോപിച്ചിരിക്കുന്നത്. കേസുകളിൽപ്പെട്ടതും ഉപയോഗയോഗ്യമല്ലാത്തതും ഒറ്റപ്പെട്ടതുമായ ഭൂമി കൈമാറിയതിൽ ഉണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറെ നിയമിക്കുന്നതിനുള്ള NOC നൽകുന്നത് സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചു. ഇത് കാരണം ഡെവലപ്പർ ഒഴിവായി പോയി. അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. കൈമാറിയ ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്ന മരങ്ങളും മറ്റു വെട്ടിമാറ്റുന്നതിനുള്ള അനുമതി വൈകിപ്പിച്ചു. ഇതും കൂടാതെ സമീപത്ത് കൂടുതൽ IT വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന നടപടിയും ഉണ്ടാക്കി. എങ്കിൽ പോലും 2016 സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേരയിൽ വിഷയം എടുത്ത് ഈ കത്തിൽ ഖാലിദ് അൽ മാലിക് ഉദ്ധരിക്കുന്നത്. തുടർന്നാണ് അതായത് ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ മാറുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് സ്ഥാപിക്കാൻ ടീകോം നേരത്തെ തന്നെ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായി വിവിധ കത്തുകൾ അയച്ചു എന്നാണ് ഈ രേഖകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ ഒരു ഉള്ളുകളി കൂടിയാണോ ഈ കത്തിലൂടെ പുറത്തു വരുന്നത്? കാരണം ഈ നഷ്ടപരിഹാരം നൽകുന്നത് വലിയ വിവാദമായപ്പോൾ സർക്കാർ പറഞ്ഞോളൂ. അതായത് ദിവ്യ, സർക്കാരിന്റെ ഉള്ളുകളി എന്ന് പറഞ്ഞാൽ ഇത്രയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നിരന്തരമായി ടീകോം സംസ്ഥാന സർക്കാരിന് കത്തയക്കുന്നു. അങ്ങനെ കത്തയക്കുമ്പോൾ സ്വാഭാവികമായും ഈ പദ്ധതിയുമായി ടീകോം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാതെ വരികയും സംസ്ഥാന സർക്കാർ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ ശ്രമിച്ചാൽ അതൊരു നിയമയുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ടീകോമിന് അതിലൂടെ കഴിയുമായിരുന്നു. അപ്പോഴാണ് ആ നിയമയുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു വലിയ ഏറ്റുമുട്ടലിലേക്കും പോയി കൂടുതൽ സാങ്കേതിക കുരുക്കുകളിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ഈ കരാറിലുള്ളതുപോലെ തന്നെ ടീകോമിനെ ഒഴിവാക്കുകയാണെങ്കിൽ അവർ മുടക്കിയ മുതൽ മുടക്ക് തിരികെ നൽകണം, അതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തിരികെ നൽകാം എന്ന നിലയിലേക്ക് ആലോചിച്ചുകൊണ്ടുള്ള നടപടികളുമായി കരാറിൽ നിന്നും ടീകോമിനെ ഒഴിവാക്കുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. അതായത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരുന്നതിന് അല്ലെങ്കിൽ പദ്ധതി വേണ്ടത്ര വേഗതയിൽ ചലിക്കാതിരുന്നതിന് കാരണം
സംസ്ഥാന സർക്കാരാണ് എന്ന് ടീകോം ഇത്തരം കത്തുകളിലൂടെ ആദ്യം തന്നെ സ്ഥാപിച്ചു വെച്ചിരുന്നു. അത് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായി മാറി. അപ്പോൾ സംസ്ഥാന സർക്കാർ വളരെ തന്ത്രപൂർവ്വം ടീകോമിന് അങ്ങോട്ട് പണം നൽകി ഒഴിവാക്കുക എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. അതാണ് പിന്നീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യ.